നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറേ അധികം ആളുകളുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം നമ്മളുടെ മെയിൻലി ജെനീസിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കിന്ന്, ഹെയർ, ബോഡി റിലേറ്റ് ചെയ്ത് വരുന്ന ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺസേൺ ഉള്ള ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കൺസേൺ പറഞ്ഞിട്ട് അതിന് പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാവോ, അല്ലെങ്കിൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് മെസ്സേജസ് നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ത്രൂ ഒക്കെ വരാറുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും പലപ്പോഴും മെസ്സേജ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കുറയ്ക്ക് നമുക്കൊരു റിപ്ലൈ കൊടുക്കാനായിട്ട് പ്രോപ്പറായിട്ട് പറ്റാറില്ല പലപ്പോഴും. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ജെനീസ് എസ്തെറ്റിക്സ് ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് ത്രൂ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ക്ലയൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സ്കിൻ ബൂസ്റ്റേഴ്സ്, ഫില്ലേഴ്സ്, ബൊട്ടോക്സ്, ടാറ്റൂ റിമൂവൽ, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ്, MNRF, മൈക്രോ നീഡ്ലിംഗ്, റേഡിയോ ഫ്രീക്വൻസി, അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ സ്കിൻ സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിൻ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ LHR എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾ പഴയ ഷേവിങ്, വാക്സിങ് ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിങ്ങും അതേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് തരാൻ പറ്റുന്നൊരു ഹെയർ റിമൂവൽ ടെക്നിക്കാണ് ഈ പറഞ്ഞ LHR എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് LHR ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എയിം ചെയ്യുന്ന ആ ഒരു ഹെയർ ഫോളിക്കിളിലേക്ക് ഈ പറഞ്ഞ ലേസർ ലൈറ്റിനെ കൊടുത്ത് ആ ലേസർ ലൈറ്റിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഈ ഹീറ്റ് നമ്മളുടെ ഫ്യൂച്ചർ ഹെയർ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഈ പറയുന്ന ലേസർ ഹെയർ റിഡക്ഷനിൽ ചെയ്യുന്നത്. ഈ LHR ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഫേസിൽ ചെയ്യാം, അപ്പർ ലിപ്പ്, ലോവർ ലിപ്പ്, അതേപോലെ ഹാൻഡ്സ്, ലെഗ്സ്, നമ്മളുടെ ഓവറോൾ ഫുൾ ബോഡി നമുക്ക് ഈ പറഞ്ഞ LHR ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു ലേസർ ഹെയർ റിഡക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഏത് ഏരിയ ആണോ ഫോക്കസ് ചെയ്യുന്നത്, ക്ലയൻറ്റിന് ഏത് ഏരിയ ആണോ ഫോക്കസ് ചെയ്യേണ്ടത്, ആ ഏരിയ നമ്മൾ ആദ്യം ഒന്ന് അവിടുത്തെ ഹെയർ ഒന്ന് ഷേവ് ചെയ്ത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഷേവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് ജെൽ അപ്ലൈ ചെയ്യുവാണ് അടുത്ത പ്രൊസീജിയർ വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ മെഷീനകത്ത് തന്നെ ക്ലയൻറ്റിൻ്റെ സ്കിൻ ടൈപ്പ്, ഹെയർ കളറ്, ഹെയർ തിക്നെസ് എന്നിവ മാർക്ക് ചെയ്യും. ഏത് ഏരിയ ആണ് ക്ലയൻറ്റ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് എൻ്റർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ഫൈനൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു ഹാൻഡിലാണ് നമ്മൾ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു നോബ് യൂസ് ചെയ്തുകൊണ്ട് ലൈറ്റ് എനർജിയെ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് കൊടുക്കുകയാണ്, ആ ഒരു ഹെയർ ഫോളിക്കിളിലേക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഈ LHR ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെർമനൻറ്റ് ഹെയർ റിഡക്ഷൻ സൊല്യൂഷൻ അല്ല. അതായത് നമ്മളുടെ ഹെയറിൻ്റെ തിക്നെസ് കാര്യങ്ങളൊന്ന് കുറച്ച് ഒരു ഗ്രാജുവലി ഒരു 3-4 സെക്ഷൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ ഹെയറിൻ്റെ തിക്നെസ് ഒക്കെ കുറഞ്ഞ് ഗ്രാജുവലി അതിൻ്റെ ഗ്രോത്ത് ഒക്കെ കുറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു പോപ്പുലർ ട്രീറ്റ്മെൻ്റ് ആണ് ഗ്ലൂട്ടാത്തിയോൺ IV എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, മുമ്പൊക്കെ സെലിബ്രിറ്റീസിൻ്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ മുമ്പ് സെലിബ്രിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും തന്നെ ഗ്ലൂട്ടാത്തിയോൺ IV യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞാൽ, ഗ്ലൂട്ടാത്തിയോണിനെ കുറിച്ച് ഒരുപാട് മിസ്കൺസെപ്റ്റ് ഉണ്ട്. അതായത് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഈ ഗ്ലൂട്ടാത്തിയോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാമോ എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് നിന്നാണ് ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് നമ്മളുടെ സ്കിൻ ഹെൽത്ത്, അതേപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത്. ഗ്ലൂട്ടാത്തിയോൺ നമുക്ക് 3 രീതിയിൽ അവൈലബിൾ ആണ്. ടാബ്ലറ്റ് ഫോമിൽ നമുക്ക് യൂസ് ചെയ്യാം, പൗഡർ ഫോമിൽ യൂസ് ചെയ്യാം, അതേപോലെ IV ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എപ്പോഴും ഒരു IV ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് റിസൾട്ട് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ഈ ഒരു ഗ്ലൂട്ടാത്തിയോൺ IV ട്രീറ്റ്മെൻറ്റിന് എടുക്കുന്ന ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു 10 to 20 മിനിറ്റ്സ് ആണ് മാക്സിമം ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്ന് കാണാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് PRP അല്ലെങ്കിൽ GFC എന്ന് പറയുന്നത്. PRP മീൻസ് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ,
GFC ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ്. ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹെയറിനും സ്കിന്നിനും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന 2 ട്രീറ്റ്മെൻറ്റുകളാണ് PRP അല്ലെങ്കിൽ GFC എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല എന്നുള്ളതാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ ബ്ലഡിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്മ അല്ലെങ്കിൽ ഗ്രോത്ത് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ എന്തിനാണ് നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ്ലി ഉണ്ടാവുന്ന ഹെയർ ഫോള് അല്ലെ ഹെയർ തിന്നിങ് പോലത്തെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ PRP അല്ലെങ്കിൽ GFC ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പറ്റും. അതേപോലെ നമ്മളിത് നമ്മുടെ ഫേസിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഫേസിൽ ഉണ്ടാവുന്ന ഫൈൻ ലൈൻസ് അല്ലെങ്കിൽ ഏജിങ്ങിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മളുടെ സ്കിന്നിലുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ മാറ്റി സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട് നമ്മളെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു PRP അല്ലെങ്കിൽ ഈ ഒരു GFC ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒറ്റ സിറ്റിംഗ് കൊണ്ട് നമുക്കൊരു വിസിബിളായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഏകദേശം എത്ര സിറ്റിംഗ് കൊണ്ട് നമുക്കൊരു പ്രോപ്പർ റിസൾട്ട്, ഒരു വിസിബിൾ ആകുന്ന റിസൾട്ട് പേഷ്യൻറ്റിന് കൊടുക്കാമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വിഷ്വൽസ് ഒന്ന് കാണാം. മോസ്റ്റ്ലി നമുക്ക് ക്ലിനിക്കിലേക്ക് വിളിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതലും ചോദിക്കുന്ന ഇപ്പോൾ ഹെയർ ഫോൾ ഉണ്ട്, എനിക്ക് PRP അല്ലെങ്കിൽ GFC ചെയ്യണം എന്നായിരിക്കും പറയുന്നത്. പക്ഷേ നമുക്ക് PRP GFC അല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് എക്സോസോം എന്ന് പറഞ്ഞാൽ. അതായത് കംപ്ലീറ്റ്ലി ഒരു റിപ്പയർ എന്നുള്ളത് അല്ലെ ഒരു റീജനറേഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞ എക്സോസോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിതൊരു കോമ്പിനേഷൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യാം. അതായത് PRP എക്സോസോം അല്ലെങ്കിൽ GFC എക്സോസോം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. PRP GFC വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്, കുറച്ചുകൂടി ഒരു ബെറ്റർ റിസൾട്ട് ഒക്കെ നമുക്ക് എക്സോസോം ത്രൂ കിട്ടുന്നതായിരിക്കും. അടുത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ് MNRF അല്ലെങ്കിൽ മൈക്രോ നീഡ്ലിംഗ് റേഡിയോ ഫ്രീക്വൻസി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആ നെയിമിൽ നിന്ന് തന്നെ മനസ്സിലാവും മൈക്രോ നീഡിൽസ് അല്ലെ ടൈനി നീഡിൽസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ സ്കിന്നിൽ ചെറിയ ചെറിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത്. ഈ ചെറിയ മുറിവുകൾ ഉണ്ടാകുന്ന ടൈമിൽ തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി കൊളാജിൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആവുകയാണ്. കൊളാജിൻ പ്രൊഡക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഏജിങ്ങിൻ്റെ സയൻസ് മീൻസ് ഇപ്പം ഫൈൻ ലൈൻസ്, നമ്മളുടെ മുഖത്തുള്ള പോർസ്, ആഗ്നെ മാർക്സ്, അതേപോലെ പ്രഗ്നൻസി സ്കാർസ് ഇതൊക്കെ നമുക്ക് മാറാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് MNRF ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്ക് അറിയാം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പം മുഖക്കുരു വന്ന പാടുകൾ, അല്ലെങ്കിൽ ഓപ്പൺ പോർസ് ഒക്കെ മുഖത്ത് ഒരുപാട് കൂടുതലാണ്. അപ്പം ഇതിനെയൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പറയുന്ന MNRF. അടുത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ് ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. ഇതൊരു ഇൻജെക്റ്റബിൾ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ആളുകൾ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഇപ്പോൾ ബൊട്ടോക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് ഏജ് കൂടും തോറും നമ്മളുടെ കൊളാജിൻ പ്രൊഡക്ഷൻ ഇത്ര % വെച്ച് ഓരോ വർഷവും നമുക്കത് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സോ ഇത് കാരണം നമ്മളുടെ ഏജിങ്ങിൻ്റെ സയൻസ് മീൻസ് ഇപ്പോൾ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഒക്കെ നമ്മളുടെ ഫേസിലൊക്കെ പെട്ടെന്ന് നമുക്കറിയാം. എസ്പെഷ്യലി നമ്മുടെ ഫോർഹെഡ്, അതേപോലെ നമ്മളുടെ കണ്ണിൻ്റെ 2 സൈഡിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇങ്ങനത്തെ ഫൈൻ ലൈൻസിന് അല്ലെങ്കിൽ റിങ്കിൾസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ബൊട്ടോക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബൊട്ടോക്സ് ഇഞ്ചെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ആയി നമ്മൾ ഈ പറയുന്ന ഫൈൻ ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല. അതായത് നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് വൺസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നത് ഒരു 6 months to 1 year അത് ഓരോ ആളുകളുടെയും ഇതനുസരിച്ചാണ്. 6 months to 1 year ഇത് ലാസ്റ്റിംഗ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 1 year കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് റീടച്ച് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്.
അടുത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഫില്ലേഴ്സ്. ഫില്ലേഴ്സ് നമ്മൾ ബൊട്ടോക്സ് പറഞ്ഞ പോലെ തന്നെ ഒരു ഇഞ്ചെക്റ്റബിൾ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ അത് മെയിനായിട്ട് നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് വോളിയം റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫില്ലേഴ്സിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹൈലറോണിക് ആസിഡ് ആയിരിക്കും ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര ക്വാണ്ടിറ്റി ഇഞ്ചെക്റ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഫീച്ചേഴ്സിൽ എന്തുമാത്രം ചേഞ്ചസ് വേണം എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഡോക്ടേഴ്സ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് പല രീതിയിൽ ഫില്ലേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് അണ്ടർ ഐ ഫില്ലേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നേസോലേബിയൽ ഫില്ലേഴ്സ്, ജോ ലൈന്, ലിപ് ഫില്ലർ, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫില്ലേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫില്ലർ ട്രീറ്റ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. മീൻസ് ഇപ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് ഏത് ഏരിയയിലാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് മെഡിസിൻസ് ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ എത്ര ml ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് പേഷ്യൻറ്റിന് വേണ്ട ആ രീതിയിലായിരിക്കും നമ്മൾ എത്ര ml മെഡിസിൻ വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എപ്പോഴും ഫില്ലേഴ്സിൻ്റെ റേറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യുക. നമുക്കൊരു അണ്ടർ ഐ ഫില്ലർ പ്രൊസീജിയർ ഒന്ന് കാണാം. അടുത്ത ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സ്കിൻ ബൂസ്റ്റേഴ്സ്. സ്കിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം റീസെൻ്റ്ലി വന്നിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒരുപാട് ആളുകൾ ഇപ്പം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഈ പറയുന്ന സ്കിൻ ബൂസ്റ്റേഴ്സ്. സ്കിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഇഞ്ചെക്റ്റബിൾസ് ആണ്. ഇതിനകത്ത് നമ്മൾ ഹൈലറോണിക് ആസിഡ് ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതായത് ഒരു ഡീപ്പ് ഹൈഡ്രേഷൻ ആണ് ഇതിൻ്റെ പ്രൈമറി മോട്ടീവ് എന്ന് പറഞ്ഞാൽ. ഒരു ഡീപ്പ് ഹൈഡ്രേഷൻ കൊടുത്ത് നമ്മളുടെ സ്കിൻ ടോണിനെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് നമ്മളുടെ ഒരു റേഡിയൻസ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യുക, സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു എയിമോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് ഒരു 2 to 4 വീക്സിനുള്ളിലായിരിക്കും നമുക്കിതിൻ്റെ ഫൈനൽ റിസൾട്ട് വിസിബിൾ ആകുന്നത്. ഈ ഒരു ഇഞ്ചെക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം ഒരു 6 months to 10 months വരെ ആയിരിക്കും ഇത് നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ് കാർബൺ ലേസർ ട്രീറ്റ്മെൻറ്റ്. എല്ലാവരും ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും കാർബൺ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ. അതായത് ഇതിനകത്ത് നമ്മൾ ലിക്വിഡ് കാർബൺ സൊല്യൂഷനും അതേപോലെ തന്നെ ക്യൂസ്വിച്ച് ലേസറും കൂടി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനെയൊക്കെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക, അതേപോലെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുക, ആക്നെ ഒന്ന് റിമൂവ് ചെയ്യുക, അതേപോലെ നമ്മളുടെ പോർസിൻ്റെയൊക്കെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ കാർബൺ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ്. ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്മൂത്ത് ആൻഡ് ക്ലിയർ സ്കിന്ന് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഓയിലി സ്കിൻ അതേപോലെ ആക്നെയൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഈ പറഞ്ഞ കാർബൺ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തൊരു പ്രൊസീജിയറാണ് സ്കിൻ ടാഗ് റിമൂവൽ. നമുക്കറിയാം പലരുടെയും കോൺഫിഡൻസ് കളയുന്ന ഒരു കാര്യമാണ് സ്കിൻ ടാഗ്സ്. അത് നമുക്ക് ഏജിങ്ങിൻ്റെ സൈനായിട്ട് കണ്ണുകളുടെ സൈഡിലൊക്കെ നമുക്ക് പലർക്കും ഇതേപോലുള്ള സ്കിൻ ടാഗ്സ് വാട്ട്സ് ഒക്കെ നമുക്ക് കാണാറുണ്ട്. അതല്ലാതെ ഹാങ്ങിങ് ആയിട്ടുള്ള രീതിയിലുള്ള വാട്ട്സുകൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു സ്കിൻ ടാഗ് റിമൂവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പലരുടെ ഒരു കൺസേൺ ആണ്, ഇത് പെയിൻഫുൾ പ്രൊസീജിയർ ആയിരിക്കുമോ, അപ്പോൾ ഇതിനെ കരിച്ച് കളയുന്ന ടൈമിൽ നമുക്ക് പെയിൻ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അല്ല ചെയ്യുന്നത്, നമ്മളിതൊരു അനസ്തെറ്റിക് ക്രീം യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ പറഞ്ഞ സ്കിൻ ടാഗ് റിമൂവൽ ചെയ്യുന്നത്. അടുത്തൊരു മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് മെഡിഫേഷ്യൽസ്. ഇപ്പോൾ ജെനീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടേതായ റേഡിയൻ ഗ്ലോ ഫേഷ്യൽസ്, അതേപോലെ മെഡിഫേഷ്യലായിട്ട് നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്, നമ്മൾക്ക് കണ്ടിന്യൂസ്ലി ഹൈഡ്രാ ഫേഷ്യൽസിൻ്റെ എൻക്വയറിയുമായിട്ട് ക്ലയൻസ് വരാറുണ്ട്. അപ്പോൾ പലരിടത്തും നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞൊരു റേറ്റ് പറയുമ്പോൾ പലരും ചോദിക്കും ഇത്രയധികം റേറ്റ് ആണോ ഹൈഡ്രാ ഫേഷ്യലിന് വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
നമ്മളൊരു സലൂൺ ബേസ്ഡ് ഹൈഡ്രാ ഫേഷ്യലും ഒരു ക്ലിനിക് ബേസ്ഡ് ഹൈഡ്രാ ഫേഷ്യലും തമ്മിൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് ഒരു ക്ലിനിക് ബേസ്ഡ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പേറ്റൻറ്റഡ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ പറയുന്ന ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത്. അതേപോലെ നമ്മളൊരു സലൂണിൽ യൂസ് ചെയ്യുന്ന കണക്ക് ക്രീമുകൾ യൂസ് ചെയ്തുകൊണ്ടല്ല ക്ലിനിക്കിലെ ഹൈഡ്രാ ഫേഷ്യൽസ് ചെയ്യുന്നത്. ക്ലിനിക്കൽ ഹൈഡ്രാ ഫേഷ്യൽസ് എന്ന് പറയുമ്പോൾ ക്ലയൻസിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ സ്കിൻ ഐഡൻറ്റിഫൈ ചെയ്ത് അതേപോലെ സ്കിന്നിൻ്റെ ഇഷ്യൂസ് അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ഡോക്ടേഴ്സ് ഏത് മെഡിക്കേറ്റഡ് സെറംസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ആ ഒരു സ്കിൻ അനലൈസിങ്ങിന് ശേഷമായിരിക്കും നമ്മൾ ക്ലിനിക്കിൽ ഈ പറഞ്ഞ ഹൈഡ്രാ ഫേഷ്യൽസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് സ്കിൻ അനലൈസിങ് ഉണ്ടാവും, പ്രോപ്പറായിട്ടുള്ള ക്ലയൻറ്റിൻ്റെ ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള സെറംസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഒരു പ്രീമിയം സർവീസായിട്ടാണ് നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ് ടാറ്റൂ റിമൂവൽ. നമുക്ക് കണ്ടിന്യൂസ്ലി എൻക്വയറി വരുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ടാറ്റൂ റിമൂവൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടാറ്റൂ റിമൂവൽ നമ്മൾ ലേസർ യൂസ് ചെയ്തുകൊണ്ട് ടാറ്റൂ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും ഒരു സിംഗിൾ സെക്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ടാറ്റൂ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് കണ്ടിന്യൂസ്ലി നമുക്ക് അത് ഡോക്ടേഴ്സ് ടാറ്റൂ നോക്കിയിട്ടായിരിക്കും എത്ര സെക്ഷൻസ് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓരോ സെക്ഷൻ കഴിയും തോറും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അതായത് ടാറ്റൂവിൻ്റെ കളർ ഫെയ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ ടാറ്റൂ റിമൂവൽ ചെയ്യുക. അടുത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ് കെമിക്കൽ പീല്. മോസ്റ്റ്ലി ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് കെമിക്കൽ പീൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കെമിക്കൽ പീൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഔട്ടർ സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതായത് നമ്മൾ PLC യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഔട്ടർ സ്കിൻ റിമൂവ് ആയി പോവുക. അപ്പം ഇതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള പീൽസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയ അനുസരിച്ച് നമുക്ക് പീൽസിൽ ചേഞ്ചസ് ഉണ്ടാവും. ഇതിനകത്ത് TCA പീല്, ഈനോ പീല്, ബ്ലൂ പീല്, ബ്ലാക്ക് പീല്, ലിപ് പീല്, അങ്ങനെ പല രീതിയിലുള്ള പീൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യം അനുസരിച്ചായിരിക്കും നമ്മൾ പീൽ ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളത്. നമുക്കൊരു സിംഗിൾ സെക്ഷന് പകരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 3-4 സെക്ഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ ബോഡി സൈഡ് റിലേറ്റ് ചെയ്ത് നമുക്ക് 3-4 ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അത് മെയിൻലി നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് ആണ്. അതായത് നമ്മൾ വെയിറ്റ് ലോസ് എന്ന് മാത്രമല്ല ഫാറ്റ് റിഡക്ഷൻ കൂടിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് ക്രയോലൈപ്പോളൈസിസ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്ന ഫാറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെ അതിന് എന്തുമാത്രം ഡൗൺ ടൈം ഉണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം പെയിൻഫുൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ അതിൽ നിന്നൊക്കെ ഡിഫറൻ്റ് ആയിട്ട് ഒരു നോൺ ഇൻവേസീവ് ആയിട്ടുള്ളൊരു ഫാറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെൻ്റ് ആണ് ഈ പറയുന്ന ക്രയോലൈപ്പോളൈസിസ് അല്ലെങ്കിൽ കൂൾ സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ ഫാറ്റ് ഫ്രീസിങ് എന്നൊക്കെ പറയുന്ന ടെക്നിക്ക്. ക്രയോലൈപ്പോളൈസിസ് വഴി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഏരിയയിലെ ഫാറ്റ് ആണോ, ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അബ്ഡോമിനൽ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ ലവ് ഹാൻഡിൽസ്, ആംസ്. അപ്പോൾ നമുക്ക് ഏത് ഏരിയയിലെ ഫാറ്റ് ആണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിൽ ഈ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഏരിയയിലെ ഫാറ്റിനെ 0 to -3 എന്നുള്ള ആ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ ഫ്രീസ് ചെയ്യുവാണ് ചെയ്യുന്നത്.
ഈ ഫ്രീസ് ചെയ്ത ഫാറ്റ് നമ്മളുടെ ബോഡിയിൽ നിന്ന് സ്വെറ്റിംഗ് ആൻഡ് യൂറിനേഷൻ ത്രൂ ആയിരിക്കും നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇത് പോകാനായിട്ട് ഒരു 2 to 4 weeks ആണ് നമ്മൾ പറയുന്ന ടൈം പീരീഡ്. ഈ ടൈം പീരീഡിനുള്ളിലായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ചെയ്ത ഫാറ്റിൻ്റെ 30 to 40% ആയിരിക്കും നമുക്ക് ഒറ്റ സെക്ഷൻ കൊണ്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കണ്ടു തുടങ്ങും. ഇത് ഒറ്റ സെക്ഷൻ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആ ഒരു ഏരിയയിലെ കംപ്ലീറ്റ് ഫാറ്റ് പോകുമെന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ മൾട്ടിപ്പിൾ സെക്ഷൻ, അതായത് ആ ഒരു ഏരിയയിലെ ഫാറ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ഡോക്ടേഴ്സ് എത്ര സെക്ഷൻ ത്രൂ നമുക്കിത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാന്നുള്ളത് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ പ്രൊസീജിയർ ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു കംപ്ലീറ്റ്ലി ഫാറ്റ് മീൻസ് ഇപ്പോൾ ഒരു കൊടവയറായിട്ടുള്ള ഒരാൾക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു പിഞ്ചബിൾ ആയിട്ടുള്ള ഫാറ്റ്, അതായത് നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന ഫാറ്റുകൾക്ക് മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ ക്രയോലൈപ്പോളൈസിസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഫാറ്റിന് പിഞ്ചബിൾ ആയിട്ടുള്ള ഫാറ്റുള്ള ഏരിയകളിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു ഏരിയയിലെ ഫാറ്റിൻ്റെ ഒരു 30 to 40% നമുക്ക് സിംഗിൾ സെക്ഷൻ ത്രൂ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് കുറച്ചധികം ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞു PRP, GFC, എക്സോസോം പോലത്തെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മുമ്പൊക്കെ നമ്മൾ കുറച്ച് ഏജ്ഡ് ആകുമ്പോൾ, അതായത് ഒരു 45-50 എത്തുമ്പോഴാണ് പലർക്കും ഒരു നെറ്റി കെയറിൽ അല്ലെങ്കിൽ ഹെയർ ഫോളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് തന്നെ, അതായത് ഒരു 20-25 എത്തുമ്പം തന്നെ പലരും യങ്സ്റ്റേഴ്സ് പലരും ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. നെറ്റി കെയറിൽ അല്ലെങ്കിൽ ഹെയർ ഫോള് ഇങ്ങനത്തെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ കോൺഫിഡൻസിനെ ഒരു പരിധി വരെ ഇതൊക്കെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരുപാട് ഇഷ്യൂസ് കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് നടത്തി പലർക്കും പല രീതിയിലുള്ള ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ജെനീസിലെ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡോക്ടേഴ്സിൻ്റെ പാനൽ തന്നെ ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നമുക്കുണ്ട്. സോ അവരുടെ ഒരു ഫുൾ മോണിറ്ററിങ്ങിലായിരിക്കും നമ്മളിവിടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പെൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട്, പെൻ അല്ലെങ്കിൽ നീഡിൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ക്ലയൻറ്റിൻ്റെ ആഫ്റ്റർ കെയർ, ഇപ്പോൾ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ടിലേക്ക് എത്തണമെന്നില്ല. അത് നമ്മൾ ആ ഒരു ഡോക്ടർ പറയുന്ന രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. സോ ക്ലയൻറ്റിന് ആ ഒരു രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലയൻസ്, ഒരു പ്രോപ്പർ റിസൾട്ടിലേക്ക് എത്തിയ ഒരുപാട് ക്ലയൻസ് നമുക്കുണ്ട്. നമ്മൾ നമ്മുടെ ക്ലിനിക്കിൽ ബ്രൈഡിനും ഗ്രൂമിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പാക്കേജസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു മാരേജിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്കിൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഒരു കൺസേൺ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ മാരേജൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ സ്കിന്നൊക്കെ ഒന്ന് നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് ഒരു സ്മൂത്ത് ആൻഡ് ക്ലിയർ സ്കിന്ന് നമുക്ക് വേണം. ആ ഒരു രീതിയിലൊക്കെ, അല്ലെങ്കിൽ ഹെയർ ഇഷ്യൂസ് ആണെങ്കിൽ പോലും അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൈഡിനും ഗ്രൂമിനും വേണ്ടിയിട്ടുള്ള പാക്കേജസ് നമുക്ക് അവൈലബിൾ ആണ്. അതല്ലാതെ ഇൻഡിവിജ്വലി ഉള്ള പാക്കേജസും നമുക്കുണ്ട്. ഒരുമിച്ച് ബ്രൈഡിനും ഗ്രൂമിനും എടുക്കാൻ പറ്റുന്ന പാക്കേജസ് ഉണ്ട്. ഇത് നമ്മളൊരു മാരേജിന് ഒരു 3 months ബിഫോർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മളുടെ പ്രൊസീജിയറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോട് കൂടിയിട്ട് എന്തൊക്കെ പ്രൊസീജിയർ ആയിരിക്കാം വേണ്ടുന്നതെന്ന് നോക്കിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രൊസീജിയറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സുകളൊക്കെയാണ് ജെനീസ് എസ്തെറ്റിക്സ് ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ, അത് ഈവൻ സ്കിൻ ആയാലും ബോഡി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഹെയർ ആണെങ്കിലും എല്ലാ ട്രീറ്റ്മെൻറ്റ്സും തന്നെ നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഗൈഡൻസോട് കൂടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ പൊതുവേ ഇപ്പോൾ ഈ ഒരു എസ്തെറ്റിക് ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ച് ഓൾമോസ്റ്റ് ആളുകളും അവെയറാണ്. മുമ്പൊക്കെ അധികം ആളുകൾ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഈ പറഞ്ഞ എസ്തെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിൽ പലതും ചെയ്യുന്ന പലരും ഇതിനകത്തുണ്ടാവും.
സോ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് ഇപ്പോഴും ഒരു സാധാരണക്കാരന് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ്, എസ്തെറ്റിക്സ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ നല്ല കോസ്റ്റ്ലി ആണ്, ഒരിക്കലും അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പലരും അവരുടെ പല കൺസേണും മാറ്റി വെക്കാറുണ്ട്. സോ നമ്മളുടെ ക്ലിനിക്കിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ട്രീറ്റ്മെൻറ്റിനും, അത് ഏത് ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും അതിനെല്ലാം തന്നെ നമ്മൾ EMI ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഏത് കാറ്റഗറി ഓഫ് ആളുകൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണ്, അല്ലെ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്.